നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞുടുപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണുമല്ലോ. ഒരു 7 വയസ്സുകാരിക്ക് ഒരു ഫ്രോക്ക്, ഒരു റെഡ് ആൻഡ് വൈറ്റ് ഫ്രോക്കിൻ്റെ ഡിസൈൻ ഇതിന് മുൻപത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ട്യൂട്ടോറിയലാണിത്. അപ്പോൾ ഒരു ഫ്രോക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഒരു പാർട്ടി വെയർ ഫ്രോക്ക് നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ ഇതിന് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഒരു നെറ്റാണ്. നെറ്റിൽ കുറച്ച് ബീഡ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട്, ഇവിടെ 2 ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ താഴേക്കാണെങ്കിൽ 2 ലെയർ ഓഫ് നെറ്റ് ഉണ്ട്. ഇതൊരു ലേസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 2 ലെയർ ഓഫ് നെറ്റ് ഇവിടെ ഉണ്ട്, 1 2. പിന്നെ സാറ്റിൻ്റെ ഒരു ലെയർ ഉണ്ട്. പിന്നെ ക്യാൻ നെറ്റ് കുറച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ ലൈനിങ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഫ്രോക്കിലുള്ള ഉള്ളത്. അപ്പോൾ സാറ്റിൻ എന്ന് പറയുന്നത് 4 തരത്തിലുള്ള സാറ്റിൻ ഉണ്ട്. ഏറ്റവും വില കൂടിയ സാറ്റിൻ നമ്മൾ യൂസ് ചെയ്യണത് ഈ ഷെർവാണി അങ്ങനത്തെയൊക്കെ അങ്ങനത്തെയൊക്കെ ഡ്രസ്സസ് ഉണ്ടാക്കുമല്ലോ, മെൻസ് വെയർ. അത് നല്ല കട്ടിയാണ് ആ സാറ്റിൻ. അപ്പോൾ അത് ഫ്രോക്കിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതതിന് തൊട്ട് താഴെയുള്ള സാറ്റിനാണ്. ആ സാറ്റിൻ ഒരു 200+ ഒക്കെ നമുക്ക് വരും. ആ സാറ്റിൻ എന്ന് പറയണത് നമുക്ക് ഫ്രോക്കിന് യൂസ് ചെയ്യാം. ഒത്തിരി യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഹെവിയാണ് ഈ സാധനം, ഈ സാറ്റിൻ എന്ന് പറയുന്നത്. 3ാമത്തെ ക്വാളിറ്റി സാറ്റിൻ ഉണ്ട്. അതാണ് മിക്കവാറും ഫ്രോക്കിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യാറ്. അതെന്ന് പറയുന്നത് ഒരു 150 per meter ഒക്കെ വരും. അതെന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി കിടക്കും. അതായത് കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ ഒഴുകി കിടക്കുന്ന മോഡലാണ്. അത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഏറ്റവും താഴെയുള്ള സാറ്റിൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ലൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 3ാമത്തെ ക്വാളിറ്റിയിലുള്ള സാറ്റിനാണ്. അതും വളരെ നല്ലതാണ്. എനിക്ക് അതാണ് കുറച്ചും കൂടി ഇഷ്ടം കുട്ടികൾക്ക്. അതാകുമ്പോൾ നമുക്ക് നല്ലപോലെ ഫ്രിൽസൊക്കെ വയ്ക്കാം. കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റും ആണത്. അപ്പോൾ ഇനി ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്രോക്ക് എന്ന് പറയുന്നത് ഇത്രയും പോർഷനെ ഞാൻ യോക്ക് എന്ന് വിളിക്കുകയാണ്. ഇവിടുന്ന് താഴെ വരെയുള്ള പോർഷനെ ഞാൻ സ്കേർട്ട് എന്ന് വിളിക്കുകയാണ്. അതായത് ഫ്രിൽസൊക്കെ വെച്ചിട്ടുള്ള ഇവിടുന്ന് വേസ്റ്റിൽ നിന്ന് താഴെ വരെയുള്ള പോർഷനെ ഞാൻ സ്കേർട്ട് എന്ന് വിളിക്കുകയാണ്. ഇനി യോക്ക് പോർഷനെ നമുക്ക് മെഷർ ചെയ്യാം. യോക്ക് പോർഷൻ എന്ന് പറയുന്നത് ആണ് നമ്മുടെ കുട്ടിയുടെ സൈസിന് അനുസരിച്ച് നമ്മൾ കട്ടിങ്ങൊക്കെ ചെയ്യേണ്ട സാധനം. താഴത്തെ സ്കേർട്ട് പോർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ മുകളിലത്തെ യോക്ക് പോർഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ മെഷർമെൻറ്റ്സ് നമ്മൾ യോക്കിൽ നിന്ന് എടുക്കണം. ഇതൊരു 4 വയസ്സുകാരിയുടെ ഫ്രോക്കാണ്, മെലിഞ്ഞ കുട്ടിയാണ്. അപ്പം അതനുസരിച്ചിരിക്കും മെഷർമെൻറ്റ്സ് ഒക്കെ. നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ്സിൽ ആദ്യത്തെയാണ് ഷോൾഡർ എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ആദ്യം നന്നായിട്ട് ഈ ഉടുപ്പ് കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് വയ്ക്കാം. അതിനുശേഷം ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ അറ്റത്തിൽ നിന്ന് ഈ അറ്റത്തേക്ക് നമ്മൾ മെഷർ ചെയ്യാം. 8.25 ഇഞ്ച്, 8.25 ഇഞ്ചസ് ആണ് നമ്മുടെ ഷോൾഡർ. അടുത്തത് നെക്ക് വിഡ്ത്താണ് നമുക്ക് ആവശ്യം. അതായത് ഈ പോർഷനിൽ നിന്ന് ഈ പോർഷനിലേക്ക് എത്രയാണ് നെക്കിൻ്റെ വിഡ്ത്ത്. മെഷർമെൻറ്റ് ടേപ്പ് എടുക്കുക. 5.25 ഇഞ്ച്. അടുത്തത് ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത് എന്ന് പറയുന്നത് ഈ നെക്കിൻ്റെ ഇതാണ് മാക്സിമം ഡീപ്പായിട്ടുള്ള പോർഷൻ. ഫ്രണ്ട് നെക്ക് കണ്ടോ, മാക്സിമം ഡീപ്പായിട്ടുള്ള പോർഷൻ എവിടെയാണ്? അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ അത് എവിടെ വന്ന് മീറ്റ് ചെയ്യും? ഈ മെഷർമെൻറ്റ് ടേപ്പിൽ. അതിന് എളുപ്പം ചെയ്യാനായിട്ട് ഒരു സെറ്റ് സ്ക്വയർ എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്കെയിൽ എടുക്കുക. എന്നിട്ട് ഈ മാക്സിമം ഡീപ്പായിട്ടുള്ള പോർഷന് പാരലായിട്ട് വെക്കുക. ഒരു ബിഗിനറിനാണ് കേട്ടോ, എക്സ്പേർട്സിന് ഇതിൻ്റെ ആവശ്യം വരില്ല. ഇനി ഈ പോയിന്റിൽ നിന്ന് ഇവിടേക്ക് എത്രയുണ്ടെന്ന് നോക്കാം. എത്ര വരുന്നുണ്ട്? 2.75 ഇഞ്ചസ്. ഇനി ബാക്ക് നെക്ക് കിടക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ മാക്സിമം ഡീപ്പായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടുന്ന് നോക്കുക 2.25 ഇഞ്ചസ്. ഇനി ആം ഹോൾ എന്ന് പറയുന്ന സെക്ഷൻ നോക്കാം നമുക്ക്. ആം ഹോൾ എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോൾ ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് കേട്ടോ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വിത്ത് സ്ലീവ്സ് ആണെങ്കിൽ സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സും കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ആം ഹോളും നമ്മൾ ഇതുപോലെ തന്നെ മെഷർ ചെയ്യാം.
അതായത് ഈ പോയിന്റിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ബോക്സ് നമ്മൾ വരയ്ക്കുകയാണ്. ദേ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക്, ഈ പോയിന്റിൽ നിന്ന് കേട്ടോ, ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്കും വരയ്ക്കുക. അപ്പോൾ എത്ര ഇഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ സെറ്റ് സ്ക്വയർ ഞാനിവിടെ വെച്ചു. ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ഇതാ 5 ഇഞ്ച്. 5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. ന്യൂ ബോൺ ബേബിയുടെ ഡ്രസ്സസ് മുതൽ ഒരു 6-7 വയസ്സ് വരെയൊക്കെ നമ്മൾ 5 ഇഞ്ച് തന്നെയാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ എടുക്കാറ്. ഞാനീ പറയുന്നത് ഒത്തിരി വണ്ണമുള്ള പിള്ളേർക്കല്ല കേട്ടോ, ഒത്തിരി ചബ്ബിയായിട്ടുള്ള പിള്ളേർക്കല്ല, മീഡിയം സൈസായിട്ടുള്ള കുട്ടികൾക്ക് ആണ് ഞാൻ ഈ 5 ഇഞ്ച് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. നല്ല വണ്ണമുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കൂട്ടിയെടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പൊതുവേ ഈ ആം ഹോൾ എന്നൊക്കെ പറയുന്നത് നല്ല അങ്ങനെ ടൈറ്റായിട്ടും ഫിറ്റായിട്ടും ഇരിക്കണം ഒന്നും അവരിടില്ല. നല്ല ലൂസായിട്ടുള്ളതാണെങ്കിൽ അവർ ഇടുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഒരു തവണ നമുക്ക് നിർബന്ധിച്ചിടിക്കാം, രണ്ടാമത്തെ തവണ വീണ്ടും അത് അലമാരി കയറിയിരിക്കും. അതാണ് സംഭവിക്കുക. ഇനി അടുത്ത മെഷർമെൻ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആം ഹോൾ എൻഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ഇതാണ്. ഇതിൻ്റെ വിഡ്ത്താണ് ചെസ്റ്റ് റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വിഡ്ത്ത് എടുക്കുകയാണ്, ബാക്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ദേ 10.5 ഇഞ്ച് വരുന്നുണ്ട്. 10.5 × 2, അതായത് ബാക്കും കൂടി ഉണ്ടല്ലോ. അപ്പോൾ മൊത്തം ചുറ്റളവ് എന്ന് പറയുന്നത് 10.5 × 2 ആണ്. ഇനി വേസ്റ്റ് റൗണ്ട്. വേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ബെൽറ്റൊക്കെ ഉണ്ട്. ഇതാ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 10 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ചസ് × 2 ആണ് നമ്മുടെ ചുറ്റളവ് വരുന്നത്. ഇനി വേസ്റ്റ് ലെങ്ത്ത്. വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്താണ് വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എടുക്കാം. അപ്പോൾ 8.5 ഇഞ്ചസ് ആണ് നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത്. അടുത്തത്, അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ മെഷർമെൻറ്റ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു മെഷർമെൻറ്റ് സ്കേർട്ടിൽ നിന്ന് എടുക്കാനുള്ളൂ. എന്താ അത്? ലെങ്ത് ഓഫ് ദി സ്കേർട്ട്. അപ്പോൾ അതാ ഈ പോയിന്റിൽ നിന്ന് ലെങ്ത് എന്ന് പറയുന്നത് 13.5 ഇഞ്ചസ് നമുക്ക് പറയാം. കാണണ്ടോ? അതാ ഇതാ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചസ് ആണ്. സ്കേർട്ട് 13 ഇഞ്ചസ് ആണ്. ഇതിപ്പോൾ പഴയ ഫ്രോക്കാണ്. അപ്പോൾ ഞാൻ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂട്ടിയെടുക്കും. കാരണം കുട്ടികൾ വലുതാവുകയാണല്ലോ. ഒരു 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇടും. അത് ഫാബ്രിക്കിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. ഇതാണ് ഫ്രോക്കിൻ്റെ ബാക്ക് പോർഷൻ. ഫ്രോക്കിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് കാണാം, ഇതാണ് ബാക്കിൽ കെട്ടുന്ന 2 വള്ളികളാണിത്. ഇനി ഇതിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇരുപത്തിനാല് ഇഞ്ച്. ഈ നാടയുടെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കുറച്ച് അങ്ങ് കൂട്ടിയിട്ടാൽ പോരെ നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അപ്പം ഞാൻ സാധാരണ ചെയ്യാറ്, ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് പിടിക്കും. എന്നിട്ട് എത്ര ലെങ്ത് ഉണ്ടോ അതിൽ നിന്നൊരു 10 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കും. അതായത് 13 + 10 23 ഇഞ്ച്. ഇത്രയാണ് ഞാൻ സാധാരണഗതിയിൽ നാടയ്ക്ക് മെഷർമെൻറ്റ്സ് എടുക്കാറ്. ഒത്തിരി ആയിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്, കുറഞ്ഞു പോയാലും ഭയങ്കര പാടാണ്. പിന്നെ ഇതിലുള്ളത് ഒരു സിബ്ബാണ്. സിബ്ബ് ഞാൻ നിങ്ങളെ തുറന്ന് കാണിച്ചത് ഒരു സാധാരണ അറ്റാച്ച് ചെയ്യുന്ന ഒരു സിബ്ബാണ്. പിന്നെ ഈ ഫ്രോക്കിൻ്റെ പ്രത്യേകത കണ്ടോ, കൺസീൽഡ് സ്റ്റിച്ചിങ് ആണ്. ഒട്ടും ജോയിൻസ് ഒന്നും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റില്ല. എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബേസിക് ബോഡീസ് ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ യോക്ക് പോർഷൻ, ഇത്രയാണല്ലോ നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്തേക്കുന്നത്. ഇതിനെ പേപ്പറിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്ക് റെഡിയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണത്, ഇതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് ആക്കിയിട്ട്, ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് പോർഷൻ ഇത്രയാണ് നമ്മൾ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫാബ്രിക്കിലേക്ക് വെച്ച് ഫാബ്രിക് 2ആക്കി മടക്കി വയ്ക്കും. അതിനുശേഷം ഈ പേപ്പറിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത്, അതായത് ഈ ഇത്രയും പോർഷൻ മാത്രമേ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുള്ളൂ പേപ്പറിൽ. അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
ഷോൾഡർ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 2 ചെയ്യണം. കാരണം ഷോൾഡർ പകുതിയായല്ലോ, പകുതി പോർഷനല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ. സോ നമ്മുടെ ഷോൾഡർ നമ്മൾ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 10.5 ആണ്. ഫ്രണ്ട് പാനൽ മാത്രം, ബാക്ക് പാനൽ ഉൾപ്പെടെ 10.5 × 2. അപ്പോൾ ഇത് 4/1 ഇത്രയും പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായി? 10.5 × 2 ഡിവൈഡഡ് ബൈ 4. അതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്തും നമ്മൾ 4/1 നമ്മൾ എടുക്കണം. നമുക്കൊരു ബേസിക് ബോഡീസ് ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മളുടെ റിക്വയർഡ് മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഒരു യോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വേസ്റ്റ് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ യോക്കിൻ്റെ മൊത്തത്തിലുള്ള നീളം അതെന്ന് പറയുന്നത് 8.5 ഇഞ്ചസ് ആണ്. അപ്പോൾ താഴത്തെ പോർഷനിൽ നിന്ന് നമ്മൾ നോക്കുക, ഇവിടെ ഒരു 1 ഇഞ്ച് എക്സ്ട്രാ വിട്ട് 8.5 ഇഞ്ചസ് ആണ്. സോ ഞാനൊരു 10 ഇഞ്ചസ് താഴെ വിടുകയാണ്. ഇത്രയാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ, ഇവിടെ നമ്മളൊരു വര വരയ്ക്കുകയാണ് ഈ സൈഡിന് പെർപെൻഡിക്കുലറായിട്ട്. ഇവിടെയാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ എന്ന് പറയുന്നത് 4.125 ഇഞ്ചസ് ആണ്. അതായത് 4.125 ഇഞ്ചസ്, അതായത് 4 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു വര 1/8. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മളൊരു വര വരയ്ക്കുക. ഇനി ഇവിടെ വരുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ ആം ഹോളാണ്. ആം ഹോൾ എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് എന്ന് പറയുന്ന അവിടെ വരെ നമ്മൾ വരയ്ക്കണം. ഇനി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങോട്ട് വരയ്ക്കണം. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണത്. ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 10.5 × 2 ഡിവൈഡഡ് ബൈ 4, അതായത് 5.25. 5.25 അതായത് 5.25 ഇഞ്ച്. ഇനി അടുത്തത് വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ മൊത്തം യോക്കിൻ്റെ ലെങ്ത്, അതായത് 8.5 ഇഞ്ചസ് ആണ്. ഇനി ഈ സൈഡിന് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇനി എത്രയാണ് വേസ്റ്റ് റൗണ്ട്? 5 ഇഞ്ചാണ്. സോ നമ്മുടെ യോക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് തന്നെ എൻ്റെ ആം ഹോൾ എന്ന് പറയുന്നത്. ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതൊരു ചെറിയ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്ക് ഡെപ്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2.25 ഇഞ്ചാണ്. അപ്പം നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്തത്? ഈ ലൈനിൽ നിന്ന് 2.25 ഇഞ്ച് താഴേക്ക് എടുക്കുക. അവിടെ ഇതുപോലെ ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അടുത്തത് ബാക്ക് നെക്ക് ഡെപ്ത് മെഷർ ചെയ്യാണ്, മാർക്ക് ചെയ്യാണ് 2.25 ഇഞ്ച്. അവിടെയും പെർപെൻഡിക്കുലറായിട്ട് അതായത് എപ്പോഴും നമ്മുടെ ലെഫ്റ്റ് സൈഡിന് പെർപെൻഡിക്കുലർ. നമ്മുടെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2.875 ആണ്. ഞാനതൊരു 2.75 ഞാൻ എടുക്കുന്നുള്ളൂ. സോ ദാറ്റ് ഈ പോർഷൻ കുറച്ച് വിഡ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഈ പോർഷൻ എന്ന് പറയുന്നത് വിഡ്ത്ത് ഒത്തിരി കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. സോ ഒരു പൊടിക്ക് ഞാൻ കൂട്ടിയെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ താഴെ മാർക്ക് ചെയ്യുക. ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സ്ലോപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറിനൊരു സ്ലോപ്പ് ഉണ്ടല്ലോ താഴോട്ട്, അതിനോട് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായില്ലേ? ഇനി അടുത്തത് നെക്ക് വരയ്ക്കുക എന്നുള്ളതാണ്. ഇതാണ് ഫ്രണ്ട് നെക്ക് ഡെപ്ത്ത്, ഇതാണ് ബാക്ക് നെക്ക് ഡെപ്ത്ത്. ഇതിലേക്ക് ഒരു നെക്ക് ഡീപ്പായിട്ട് വരയ്ക്കുക. ഇതാ എൻ്റെ ഫ്രണ്ട് നെക്ക് ഇതാണ്, ബാക്ക് നെക്ക് ഇതാണ്. എനിക്ക് ഫ്രണ്ട് നെക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫ്ലാറ്റായിട്ട് വരത്തക്ക രീതിയിലാണ് ഞാൻ എപ്പോഴും യു നെക്ക് വരയ്ക്കുക.
കറക്റ്റ് ഈ പോയിന്റിലേക്ക് വെക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വിഡ്ത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ച് വൈഡായിട്ട് നിൽക്കുകയും വേണം, എന്നാൽ ഡീപ്പായിട്ട് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് വരെ ഞാൻ മാർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടും. ഇനി അടുത്ത് എന്താ, ആം ഹോൾ വരയ്ക്കണം. ഇതാണ് നമ്മുടെ ആം ഹോൾ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അത് വളരെ എളുപ്പമാണ്. ആം ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സീം അലവൻസ് ഇടുക എന്നുള്ളതാണ്. വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ നിന്നൊരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മിനിമം നമ്മൾ ഇടണം. സ്ലിം ആയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, അതായത് വണ്ണം ഒരു കാലത്തും വെക്കൂല എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ളവർ, അങ്ങനെയുള്ളവർക്കൊരു 1.5 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഗ്യാപ്പ് വിട്ടാൽ മതി. ഇപ്പം ഞാനൊരു 2 സെൻറ്റിമീറ്റേഴ്സാണ് എടുക്കുന്നത് ഇവിടെ. 2 സെൻറ്റിമീറ്റേഴ്സ്. നമ്മൾ സീം അലവൻസ് കുറച്ചെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? അത്രയും ഫിനിഷിങ് നമുക്ക് നന്നായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഗുണം. അത് ചുരിദാറാണെങ്കിലും ശരി, ഏത് ഡ്രസ്സാണെങ്കിലും മിനിമം സീം അലവൻസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം എപ്പോഴും അതിന് ഫിനിഷിങ് കൂടും. അതുകൊണ്ടാണ് ഇപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഉള്ളിലേക്ക് 1 ഇഞ്ച് 2 ഇഞ്ച് സീം അലവൻസ് ഒന്നും ഒരിക്കലും അവർ ഇടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഫിനിഷിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 1 സെൻറ്റിമീറ്റേഴ്സാണ് സീം അലവൻസ് എടുക്കുന്നത്. ഈ സൈഡിൽ 2 സെൻറ്റിമീറ്റേഴ്സ്, നെക്കിനും 1 സെൻറ്റിമീറ്ററാണ് സീം അലവൻസ്. താഴെ ഒരു 1.5 സെൻറ്റിമീറ്റർ, ഒരു 2 സെൻറ്റിമീറ്റേഴ്സാണ് സീം അലവൻസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട് നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കില്ല, ബാക്ക് നെക്കിൻ്റെ അവിടെ വെച്ച് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ടു കട്ട്. അപ്പോൾ നമ്മുടെ ബേസിക് ബോഡീസ് ബ്ലോക്ക് 4 വയസ്സുകാരിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഫാബ്രിക്കിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, അതായത് ഫാബ്രിക്കിലേക്ക് എങ്ങനെയാണ് വരച്ച് എടുക്കേണ്ടത് ഈ മെഷർമെൻറ്റ്സ്, ഇതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.